ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ സ്ക്രബിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു ബോഡി വാഷ് ഇട്ട് ഉപയോഗിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഇതാണ് ബോഡി വാഷ്. കെംകഫേൻ്റെ അടിപൊളി ബോഡി വാഷാണ് കേട്ടോ. ബോഡി വാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോപ്പ് വെള്ളം കലക്കി അത് ആയാലും ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ സ്ക്രബ്ബ്. ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ ഒരു സ്ക്രബ്ബ് വാങ്ങാൻ തന്നെ ഇഷ്ടം പോലെ പൈസ, 500 രൂപയിലധികം. ഇതാകുമ്പോൾ ഒന്നുമില്ല. ഓറഞ്ച് കഴിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ തൊലിയെടുത്ത് ഇതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ കോഫി പൗഡർ 5 രൂപയ്ക്കൊക്കെ കോഫി പൗഡർ കിട്ടും. പിന്നെ പഞ്ചസാര പൊടി, പഞ്ചാര വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡൗവിൻ്റെ സോപ്പ് കൊണ്ട് ആ ഭാഗം ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കും കേട്ടോ. ഇതെന്തായാലും ചെയ്യണം. ക്ലീൻ ആക്കിയിട്ട് വേണം ഈ സ്ക്രബ് ഉപയോഗിക്കാൻ. ആഴ്ചയിൽ 2 ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ സ്ക്രബ്. അതുപോലെ ഡവ് അല്ലെങ്കിൽ പിയേഴ്സ് സോപ്പ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഡവാണ് ഞാൻ കൂടുതലും വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കാം കേട്ടോ. എപ്പോഴായാലും നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ക്വാളിറ്റിയാണ്. നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കുകയും ചെയ്യാം. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കെമിക്കൽ ഉപയോഗിക്കേണ്ട. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജെമിനിയിലോ ചാറ്റ്ജിപിറ്റിയിലോ ഗൂഗിളിലോ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ ഈ ഒരു വീട്ടിലുണ്ടാക്കിയ സ്ക്രബും കടയിൽ നിന്ന് വാങ്ങിയ നിങ്ങളുടെ ഫേവറേറ്റ് സ്ക്രബോ അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സ്ക്രബിൽ ഏതാണ് നല്ലതെന്ന് അപ്പോൾ ജെമിനി തന്നെ പറഞ്ഞുതരും ഇതാണ് നല്ലതെന്ന്. ഇത് വാഷ് ചെയ്ത അപ്പം തന്നെ, അതായത് ആ ഒരു ടൈമിൽ തന്നെ റിസൾട്ട് ഇട്ട് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ സ്കിന്ന് ടാൻ മാറി നമ്മുടെ യഥാർത്ഥ നിറം വരും. നമുക്കൊരു ബ്രൈറ്റൺ പോലെ തോന്നിക്കും. നല്ല സോഫ്റ്റാണ്. ഇത് ഉപയോഗിച്ചവർക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത കൈയും കൂടെയാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എനിക്ക് ഇത്രയും ടിപ്പേ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് താങ്ക്സ് ഒന്നും വേണ്ട, നിങ്ങളൊരു സബ്സ്ക്രിപ്ഷൻ മാത്രം മതി. അതാണ് എനിക്ക് ഏറ്റവും നല്ല സപ്പോർട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ കൈവച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സിനായിട്ട് ഫോളോ ചെയ്യൂ. ബൈ.